Hi all, this is Cock. The venom beneath can't be suppressed anymore. കളങ്കാവൽ സിനിമ മമ്മൂക്ക കാൺ സ്റ്റോപ്പ് റൈസിങ് യു. കാരണം ഈ ഒരു സിനിമ വെറും ഒരു നോർമൽ സസ്പെൻസ് ത്രില്ലറായി പോയനെ അൺലെസ് ആൻഡ് അൻറ്റിൽ ഇതിലെ കാസ്റ്റിംഗ് അദ്ദേഹം വെച്ചു മാറിയത്. അതായത് മമ്മൂക്ക വില്ലൻ, വിനായകൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, നായകൻ. ആ ഒരു വെച്ചുമാറലുണ്ടല്ലോ, ആ ഒരു വെച്ചുമാറൽ സിനിമയുടെ ഡൈനാമിക്സ് ആകെ മാറിപ്പോയി. നമ്മുടെ കാഴ്ചയുടെ പെർസ്പെക്റ്റീവും ആ ഒരു സിനാരിയും എല്ലാം മാറിയിട്ട് ഭയങ്കര ഫ്രഷ്നെസ്. അതിന് ദ ഹോൾ ക്രെഡിറ്റ് ഗോസ് ടു മമ്മൂക്ക. മമ്മൂട്ടി കമ്പനി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ പെർഫോമൻസ്, നടിപ്പ്. അതായത് ബ്രഹ്മയുഗം കണ്ട സമയത്താണ് പറഞ്ഞിട്ടുള്ളത്. അത്തരം സബ്ജക്റ്റുകളിൽ ക്യാരക്ടറായി മാറിയിട്ട് മമ്മൂക്കയുടെ ഒരംശം പോലും ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. മുൻകാല മമ്മൂക്ക ചിത്രങ്ങളിലെ ഒരു കഥാപാത്രമായിട്ടും നിങ്ങൾക്ക് സാമ്യം തോന്നില്ല. ഇനി നിങ്ങൾ എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് ഓർമ്മയുള്ള കാലത്തോളം ഇതിലൊരു സ്റ്റില്ല് കണ്ടാൽ നിങ്ങൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നിങ്ങൾ പറയും ഇത് കളങ്കാവലാണ്, ഇത് കളങ്കാവലെ മമ്മൂക്കയാണ്. ദാറ്റ്സ് ദ ഡിഫറൻസ്. അതായത് മമ്മൂക്കയുടെ ആക്ടിങ്ങിനെ കണ്ടുകൊണ്ടിരിക്കുക. 2 മണിക്കൂർ 24 മിനിറ്റുള്ളൊരു സിനിമയാണ്. ഒരു നിമിഷം പോലും സിനിമയുടെ പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല. അത് കംപ്ലീറ്റ്ലി മേഴ്സ് വിത്ത് ദ ഫിലിം. സിനിമയ്ക്ക് അകത്തേക്ക് കയറി. അതാണ് ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ട് ഫസ്റ്റ് ഹാഫ് ആവുന്നു. അതിനുശേഷം പിന്നീട് സെക്കൻഡ് ഹാഫിലൊക്കെ സിനിമ ഇങ്ങനെ പോവുക. അതായത് ഭയങ്കരമായിട്ടുള്ള സിനിമാറ്റിക് ആയിട്ടുള്ള ഷോർട്സും കട്ട്സും സ്കോറും അങ്ങനത്തെ എലിവേഷൻ മൊമെൻറ്റ്സും വാവ് മൊമെൻറ്റ്സും അതൊന്നുമല്ല. ആ സിനിമയിലൂടെ കഥാപാത്രങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക. അതിൽ പെർഫോമൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ കാസ്റ്റിങ്ങും. വിനായകൻ സച്ച് ആൻ ആക്ടർ. വിനായകൻ ആ കഥാപാത്ര പോലീസ് ഓഫീസറായിട്ട് എന്ത് കിടലാണ്. അതായത് ഈ സിനിമയുടെ തുടക്കത്തിൽ മമ്മൂക്ക സീരിയൽ കില്ലറാണല്ലോ. ഇതിൽ സ്റ്റോറിയൊക്കെ എല്ലാവർക്കും അറിയാം. സൈനയുടെ നാരായണൻ്റെ കഥയെ അറിയാം. അത് എക്സാക്റ്റ് ആ സ്റ്റോറി എന്നല്ല, പക്ഷേ ഇതിൻ്റെ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് അറിയാം, ത്രെഡ് നിങ്ങൾക്ക് അറിയാം. അപ്പം മമ്മൂക്കയെ കാണിക്കുന്ന സമയത്ത് വളരെ വളരെ നാഗർകോയിലുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ആൾ. സാധാരണക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രോ ഒന്നുമല്ല. പുള്ളിയെ സില്ലിയായിട്ട് കാണിക്കുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് കില്ലിങ്ങിൽ കയ്യടിയാണ്. അപ്പം കില്ലിങ്ങിൽ കയ്യടിക്കണമെങ്കിൽ സാധാരണ നമുക്കൊരു എമ്പതി തോന്നിയിട്ട് ഒരു സ്ത്രീയെ കൊല്ലുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നണ്ട. ഇത് കില്ലിങ്ങിൽ കയ്യടിപ്പിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യം കൊണ്ടാണ്. ഒന്ന്, മമ്മൂക്കയാണ് കില്ല് ചെയ്യുന്നത്. 2, കഥാപാത്രത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഡെപ്ത്. അദ്ദേഹം ആ കഥാപാത്രമായി മാറിയിട്ട് അദ്ദേഹത്തിന് ആക്ടിങ്ങിനാണ് കൈയ്യടി. അദ്ദേഹം സിഗരറ്റ് വലിക്കുന്ന രീതി, സിഗരറ്റ് യൂസ് ചെയ്ത പ്രോപ്പർട്ടി യൂസ് ചെയ്ത രീതി, അതിൽ പല സംഭവമുണ്ട്. സിഗരറ്റ് ചവയ്ക്കുന്നത്, ആ കൊല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായ ആ ഒരു ട്രാൻസ്ഫോർമേഷനില്ല, ആ ഭാവമാറ്റം, ഭയങ്കര സാധനം. അത് പുള്ളി അത് ചെയ്തു വെച്ചതിനെ കൈയ്യടി, അല്ലാതെ സ്ത്രീയെ കൊന്നതിനല്ല. അപ്പോൾ അവിടെ മുതൽ ആൾക്കാർ ഈ കഥാപാത്രത്തിൻ്റെ പുറകെയാണ്. ഇനി എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അദ്ദേഹം ട്രിവാൻഡ്രം നാഗർകോയിൽ കളിക്കുന്ന ആളാണ്, മലയാളിയാണ്. അപ്പോൾ പക്ക ട്രിവാൻഡ്രം സ്ലാങ്, ചില സറ്റിലായിട്ടുള്ള ട്രിവാൻഡ്രം സ്ലാങ്. മറ്റേ രാജമാണിക്യ ലെവലിലല്ല, സാധാ സംസാരിക്കുന്ന ട്രിവാൻഡ്രം സ്ലാങ്. അത് ത്രൂ ഔട്ട് മമ്മൂക്ക പിടിച്ചിട്ടുണ്ട്. വിനായകൻ ട്രിവാൻഡ്രാണെന്ന് പറയുന്നത്, പക്ഷേ വിനായകൻ്റെ സ്ലാങ് അതല്ല. ബാക്കി കഥാപാത്രങ്ങളും ട്രിവാൻഡ്രം സ്ലാങ്ങിനെ സംസാരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന മോഡുലേഷൻ, സൗണ്ട് മോഡുലേഷൻ, ഇദ്ദേഹത്തിൻ്റെ പിന്നെ ആ ഒരു സറ്റിലായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, മേക്കപ്പിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ഓവേർട്ട് അപ്പിയറൻസ് ഉള്ള ആ ഒരു സാധനം. പിന്നെ ഈ ഒരു സൈക്കോപാത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, സൈക്കോപാത്തിന് എമ്പതി ഉണ്ടാവില്ല, ഭയങ്കര കാമായിരിക്കും. സൈക്കോപാത്തുകൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് സൈക്കോപാത്തുകൾ അറിയണമെന്നില്ല, പക്ഷേ അങ്ങനെയുള്ള ആളുകളുണ്ട്. ഭയങ്കര കാമായിരിക്കും, എമ്പതി ഉണ്ടാവില്ല, റിഗ്രറ്റ് ഉണ്ടാവില്ല. അപ്പം അത്തരം സിനിമകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്ര സൈലൻസ് ഓഫ് ദ ലാംസ് എല്ലാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര കാമായിരിക്കും വരും. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു കഥാപാത്രം എടുത്തിട്ട് അത് എത്ര അപ്രീഷിയേറ്റ് ചെയ്താൽ മതിയാവില്ല. കാരണം വിനായകൻ്റെ കാസ്റ്റിംഗാണ് ഈ സിനിമയുടെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതിന് USP എന്ന് പറയുന്നത് വിനായകൻ്റെ കാസ്റ്റിംഗാണ്. അത് പൃഥ്വിരാജ് ചെയ്തെങ്കിൽ ഒരു കാര്യമില്ല. അപ്പം അതായത് മമ്മൂക്ക കൊല്ലുന്നിടത്ത് കയ്യടി തുടങ്ങിയിട്ട് ലാസ്റ്റ് വിനായകന്, മമ്മൂക്ക ഫാൻസ് ആയിരിക്കില്ല സ്വാഭാവികമായിട്ട് FDFS കാണാൻ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത്രയും സിനിമാ പ്രേമികൾ. അപ്പോൾ അവർ വിനായകൻ ലാസ്റ്റ് കയ്യടിക്കണമെങ്കിൽ അവിടെ മമ്മൂക്ക പറഞ്ഞ താരമില്ല, അവിടെ വിനായകനില്ല. അവിടെ ആ സിനിമയുടെ വിജയമാണ്. വിനായകൻ്റെ കഥാപാത്രൻ്റെ കയ്യടി, വിനായകനല്ല. മമ്മൂക്ക പറഞ്ഞ താരം അവിടെ ഇല്ല. അതാണത് അബ്സല്യൂട്ട്. അതായത് 1% പോലും മമ്മൂക്ക എന്ന് പറഞ്ഞ താരമില്ലാത്തൊരു സിനിമ.
ഒരു തരത്തിൽ സാധാരണ മമ്മൂക്ക സിനിമകൾ കാണുമ്പോൾ ഞാൻ തന്നെ വിമർശിക്കാറ്, മമ്മൂക്കയെ പൊക്കിയടിക്കാൻ കുറച്ച് ആൾക്കാർ, മമ്മൂക്കയുടെ ഗ്ലാമറിനെ കുറിച്ച് പറയാൻ ആൾക്കാർ, അങ്ങനത്തെ കൊമേഴ്ഷ്യൽ സിനിമകളായിട്ട് പുലബന്ധല്ലേ സിനിമയ്ക്ക്. മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രാഫി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ അദ്ദേഹം ചെയ്തു വെച്ച എണ്ണം പറഞ്ഞ സിനിമകൾ എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങളും അത്തരത്തിലുള്ള വൺ ഓഫ് ദ ക്യാരക്ടേഴ്സാണ് ഈ കളങ്കാവിൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ DOP ഫൈസൽ അലിയാണ്, പ്രവീൺ പ്രഭാകറാണ് എഡിറ്റിംഗ്. അതായത് സിനിമയുടെ മൂഡ് അനുസരിച്ച്, ഞാൻ പറഞ്ഞില്ല ഇത് ഭയങ്കര ഗിമ്മിക്സുള്ള സിനിമയല്ല. അപ്പോൾ ആ ഒരു മൂഡ് അനുസരിച്ച് ഇതിൻ്റെ ലൈറ്റിംഗ് ആയി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഗ്രേഡിംഗ് ആയി കഴിഞ്ഞാലും ആ സിനിമയുടെ ആ ഒരു മിസ്റ്ററി, ആ സസ്പെൻസ്, ആ ത്രില്ലിങ് എലമെൻസിന് ചേർന്ന് പോകുന്ന പിന്നെ സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിങ്ങുമാണ്. രണ്ടുപേരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മുജീബ് മജീദിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടെ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പരിപാടി അറിയാലോ. ഇപ്പോൾ ലാസ്റ്റ് കണ്ട സിനിമ എക്കോ, അതിന് മുൻപ് കിഷ്കിന്ദ കണ്ട കുറേ സിനിമകളുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതുപോലെ തന്നെ, അതായത് ഒറിജിനൽ സ്കോറിങ്ങിന് എടുത്ത് പിടിക്കുന്ന പരിപാടിയില്ല. സീൻസിന് എന്താണ് വേണ്ടത് അത് നമ്മൾ പോലും അറിയാം, നമ്മളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്കോറിംഗ് പാറ്റേൺ ആണ് ഇതിലും തുടർന്നിരിക്കുന്നത്. ഗംഭീര പരിപാടി മുജീബ് മജീദ്. നിങ്ങളുടെ സോൺ ഏരിയ ആണിത്. ഈ പരിപാടി ത്രില്ലർ സാധനം കിട്ടിക്കഴിഞ്ഞാൽ മുജീബ് മജീദ് അങ്ങനെയായിട്ടുണ്ട് പരിപാടി. അപ്പോൾ അതാണ്. പിന്നെ സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്ന MR രാജേഷനാണ്, സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന കിഷൻ മോഹൻ. രണ്ടുപേരും ഇതേ പരിപാടി തന്നെ. സൗണ്ട് ഇങ്ങനെ എടുത്തു പിടിച്ച് അറ്റ്മോസ്ഫിയറിലിട്ട് കറക്കിയതല്ല, വളരെ സിനിമയ്ക്ക് പാകമായ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. മറ്റ് കഥാപാത്രങ്ങൾ പ്രധാനമായിട്ട് ചെയ്തിരിക്കുന്നത് വിനായകൻ്റെ കൂടെ ഒരു പോലീസായിട്ട് ജിബിൻ ഗോപിനാഥ്, DS ഇറയിൽ അദ്ദേഹം നല്ല വേഷം ചെയ്തതാണ്. അദ്ദേഹം ഇതിലും മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അസീസ്, മമ്മൂക്ക സിനിമയിൽ അസീസ് ഇല്ലാതെ പറ്റുമല്ലോ, അപ്പോൾ അങ്ങനെയായിട്ടുണ്ട്. അപ്പോൾ അസീസ് പക്ഷേ ഒറ്റ സീനിലേ ഉള്ളൂ. പിന്നെ കുറേ പോലീസ് ഓഫീസർ, പിന്നെ നമ്മളെ പണ്ടത്തെ സിനിമയിലെ പുള്ളിയുടെ പേരെന്ത് മറന്നുപോയി, പണ്ട് ഗുണ്ടൈമിലായിട്ട് വരുന്നത്, അങ്ങനെ ഭയങ്കര തടിച്ച് മസിലൊക്കെ ഉള്ള ബാബുരാജ്, സന്തോഷൊക്കെ പോലെയുള്ള ഒരു കക്ഷിയില്ലേ, പുള്ളി ഒരു സീനിയർ ഓഫീസറായിട്ട് പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ലോഡ് കൊല്ലപ്പെടുന്ന സ്ത്രീകൾ, കാരണം കില്ലിംഗ് ആണല്ലോ, സീരിയൽ കില്ലിംഗ് ആണ്. അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്ത് പറയാനൊന്ന് രജിഷ വിജയൻ, അതുപോലെ തന്നെ നമ്മളെ ദീപ്തി IPS പഴയ, പിന്നെ ശ്രുതി രാമചന്ദ്രൻ, അങ്ങനെ കുറേ പേരുണ്ട്, ഇഷ്ടമുണ്ട്. മാളവിക മേനൻ, കുറേ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ മരിക്കുന്ന സ്ത്രീകളാണ്. പിന്നെ തമിഴ് സ്ത്രീകൾ, അങ്ങനെ കുറേ. ഇതിൻ്റെ സ്റ്റോറിയുടെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, സീൻസ് ഒന്നും പറഞ്ഞ് സ്പോയിലാക്കുന്നില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു നല്ലൊരു പ്ലോട്ട് ട്വിസ്റ്റ് ഉണ്ട്. അതായത് കഥാപാത്രം റിവീൽ ചെയ്യുന്ന സംഭവമാണ് മമ്മൂക്കയുടെ. അതുപോലെ തന്നെ പ്രിഡേറ്ററാണ്, പിന്നെ ഗർഭം കലക്കും, സൈക്കോപാത്താണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ കേരള രാഷ്ട്രീയത്തിൽ വേറെ ആൾ ഓർമ്മ വരുന്നുണ്ടാവും. പക്ഷേ അതല്ല, ഇത് വേറെ പരിപാടിയാണ്. ഇതിൽ കൊല്ലലാണ്, ഗർഭം കലക്കൽ മാത്രമല്ല. അപ്പോൾ അതാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഈ സിനിമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും ഫോർ മമ്മൂക്ക ആൻഡ് വിനായകൻ, അവരുടെ ആക്ടിങ്ങും അവരുടെ കാറ്റ് ആൻഡ് മൗസും പരിപാടിയൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കാൻ പറ്റും നല്ല രസത്തിൽ. അത് ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ മമ്മൂക്കയെ കാണാം, വിനായകനെ കാണാം, അതിങ്ങനെ ഇങ്ങനെ ആസ്വദിക്കാം. അപ്പോൾ വളരെ സാറ്റിസ്ഫാക്ഷൻ നൽകിയിട്ടുള്ള ഒരു സിനിമ. മമ്മൂക്കയുടെ ആക്ടിങ്, ക്യാരക്ടർ, അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന മാനറിസംസ്, പരിപാടി, മൊത്തത്തിൽ ഒരു മമ്മൂക്ക പെർഫോമൻസ്. അതിൽ എടുത്തു പറയേണ്ടത് അദ്ദേഹം ഈ ക്യാരക്ടർ എടുത്ത് ചെയ്തതാണ്. ഈ ക്യാരക്ടർ എടുത്തിട്ട് ഇത്രയും വലിയ ഒരു സ്റ്റാർഡുള്ള ഒരു നടൻ അത് ചെയ്യുകയാണ്, വിനായകന് സ്പേസ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു വിച്ചുമാറലാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ സിനിമ യുണീക്കാക്കുന്നത് ആ ഒരു കാസ്റ്റിങ്ങിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഇത് ആക്സെപ്റ്റ് ചെയ്താണ് മമ്മൂക്ക. സോ കളങ്കാവൽ തുടക്കത്തിൽ പറയേണ്ടതായിരുന്ന ഫ്ലോയിൽ പറയാൻ വിട്ടുപോയതാണ്. ഡയറക്ടർ ജിതിൻ കെ ജോസ്, റൈറ്ററിൽ ജിഷ്ണു ശ്രീകുമാർ കൂടെ ഉണ്ട്. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ അപ്കമിങ് യുവ സംവിധായകരിലേക്ക് എണ്ണം പറഞ്ഞ ഒരാൾ കൂടെ.